ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ലാസ്റ്റ് സീന് അല്ലെങ്കിൽ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈനിൽ വരുന്നെന്നും അതുപോലെ എത്ര നേരം ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈനിൽ ഇരുന്നു എന്നും അതുപോലെ ലാസ്റ്റ് സീനൊന്നും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതെങ്ങനെ ഓഫ് ചെയ്ത് വെക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്ക് 3 ലൈൻസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ശേഷം നമ്മൾ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മെസ്സേജസ് ആൻഡ് സ്റ്റോറി റീപ്ലേസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെയായിട്ട് ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓഫായിട്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഇത് ഇനേബിൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്യുക. ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളിൽ എത്ര നേരം ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈനിൽ ഇരുന്നാലും അതുപോലെ നിങ്ങളുടെ ലാസ്റ്റ് സീനൊന്നും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.